എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള അവൽ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. അവൽ മിക്സറാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഏറ്റവും സിമ്പിളും ഈസിയുമായിട്ടുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ ചെയ്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ഇത് കേടാകാതെ ഇരിക്കും. ഇനി നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഏകദേശം ഒരു 1/2 കിലോ അവൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മിക്സർ ഉണ്ടാക്കുമ്പോൾ കനം കുറഞ്ഞ അവൽ വേണം എടുക്കാൻ. ഇവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച ഏതെണ്ണയിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കേടാകും. ഇവിടെ കുറച്ച് കടല ഈ എണ്ണ ചൂടായപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കാം. കടല ചേർത്ത് കൊടുക്കുമ്പോഴും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം, പ്രത്യേകിച്ച് അളവിൻ്റെ കാര്യമൊന്നുമില്ല. ഇതുപോലെ കടല വറുത്തെടുക്കുമ്പോൾ നന്നായിട്ട് വറക്കേണ്ട ആവശ്യമില്ല, ഒരു 1/4 വറവാകുന്നത് വരെ വറുത്താൽ മതി. ഇതുപോലെ കടല ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ നല്ല ഇഷ്ടമായിരിക്കും. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഈ അവൽ മിക്സറിൻ്റേത്. ഇവിടെ ഇപ്പോൾ കടല ഏകദേശം ഒരു 1/4 വറവായിട്ടുണ്ട്. എണ്ണയിലായതുകൊണ്ട് ഇത് വളരെ പെട്ടെന്ന് വറുത്ത് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഉടനെ തന്നെ ഇതിലേക്ക് അവലും ചേർത്ത് കൊടുക്കണം. അവൽ ഇതുപോലെ ഉടനെ തന്നെ ചേർത്തില്ലെങ്കിൽ ഈ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അവൽ ചേർത്ത് ഉടനെ തന്നെ ഇത് അടി കൂട്ടിയൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ. ഇതുപോലെ മിക്സർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മുഴുവൻ സമയവും ലോ ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. കുക്കിങ്ങിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ഇടയ്ക്കൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഈ സമയത്ത് കൈ മാറ്റാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മിനിമം ഒരു 5 മിനിറ്റെങ്കിലും അവൽ ഇതുപോലെ ചെറിയ തീയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് അവൽ ചെറുതായിട്ട് പൊങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അവൽ ചെറുതായിട്ട് പൊങ്ങി വരാൻ തുടങ്ങും. ഈ സമയത്ത് ആ അവലെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. അതുപോലെ മുഴുവൻ അവലും ആയി കിട്ടണം. ഇവിടെ ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്ക് അവലിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ നന്നായിട്ട് ഇതുപോലെ പിടിച്ചു വരും. അവലിൻ്റെ കളറ് ഈ ഒരു പരുവത്തിലായിട്ട് വരും. ഈ സമയത്ത് കുറച്ച് അവലെടുത്ത് പൊടിച്ചു നോക്കാം. അവൽ പൊടിഞ്ഞു കിട്ടുന്നുണ്ടെങ്കിൽ അവൽ മിക്സർ റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഇപ്പോൾ ശരിക്ക് പൊടിഞ്ഞു കിട്ടാൻ തുടങ്ങിയിട്ടില്ല. കുറച്ച് സമയം കൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് അവൽ ഇളക്കി കൊടുക്കുന്നത്. അവൽ കറക്റ്റ് പാകത്തിന് വറുത്തെടുക്കുമ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന കറിവേപ്പിലയും നന്നായിട്ട് പൊടിഞ്ഞു വരും. കറിവേപ്പില ഇതുപോലെ ഒന്ന് പൊടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം പൊടിഞ്ഞു കിട്ടും. ഈ സമയത്ത് അവലെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവലും നന്നായിട്ട് പൊടിഞ്ഞു വരും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് 1 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പിടിക്കും. അല്ലെങ്കിൽ വേറെ പാത്രത്തിലേക്ക് ഉടനെ തന്നെ മാറ്റണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവൽ മിക്സറിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ചെയ്തു നോക്കുക. ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം കേടാകാതെ നമുക്ക് സൂക്ഷിക്കാം. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.